വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്ക് എന്നതുപോലെ നിനക്കും രാജാക്കന്മാരുണ്ടായിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെ രാജാവാക്കേണ്ടതാണ്. നിന്റെ സഹോദരന്മാരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ. പരദേശിയോ ഒരിക്കലും രാജാവാക്കരുത്. രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്. അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയാകുകയും ചെയ്യരുത്. ഇനി ഒരിക്കലും ആ വഴിയെ തിരിച്ചു പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത്. ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം വഴിതെറ്റിപ്പോകും. രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത്. രാജാവ് സിംഹാസനത്തിനായി കഴിയുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ പകർപ്പ് പുസ്തകച്ചുരുളിൽ എഴുതിയെടുക്കണം. അവൻ അത് വായിക്കണം. തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യുവാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും വേണം. അങ്ങനെ നിൻ്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടമലം തിരിയുകയോ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതാനും ചില ചിന്തകൾ നമുക്ക് ദൈവം ഈ തിരുവചനത്തിലൂടെ തരുന്നുണ്ട്. ഒന്ന്, നീ ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോന്ന വഴിയെ നീ പോകരുത്. തീർച്ചയായിട്ടും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നീ തിരിച്ചു പോന്ന ആ വഴിയെ നീ തിരികെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നീ തിരിച്ചു വന്ന് ദൈവമകൻ്റെ സ്ഥാനത്ത്, മകളുടെ സ്ഥാനത്ത് നീ ആയിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പാപങ്ങളുടെ വഴി ഓർക്കരുത്, അതിലെ തിരിച്ചു പോകരുത്. അത് നിനക്ക് അനർത്ഥത്തിലേ കാരണമാകുകയുള്ളൂ. ദൈവമക്കളുടെ പദവി നിനക്ക് വീണ്ടും നഷ്ടപ്പെട്ട് നീ അടിമത്തത്തിൻ്റെ വലിയ ബന്ധനത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാനിടയാകാത്ത വണ്ണം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്ന് ഇവിടെ തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊരു ചിന്ത, രാജാവിന് അധികം ഭാര്യമാരുണ്ടായിരിക്കരുത്. അതായത് രാജാവിൻ്റെ ഉപദേശകരോ അടുത്ത് സഹവസിക്കുന്നവരോ അന്യ ദേവന്മാരെ ആരാധിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇവിടെ നമ്മുടെ ചിന്തയ്ക്ക് വരുമ്പം നമ്മൾ ഏറ്റവും അടുത്ത് സഹവസിക്കുന്ന ആളുകൾ ദൈവത്തെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കാത്തവരും മറ്റു ദേവന്മാരിൽ കൂടുതൽ അമിത പ്രമാണങ്ങൾ പാലിക്കുകയോ അതിൽ കൂടുതൽ ആകർഷകരായിരിക്കുകയോ ചെയ്യുന്നവരുമാണെങ്കിൽ അവർ വഴിയായി നമ്മൾക്ക് മാർഗഭ്രംശം സംഭവിച്ചെന്ന് വരാം. നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ ഇടയായെന്ന് വരാം. ആയതിനാൽ നമ്മൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വളരുമ്പം ഒരു പരിധിക്കപ്പുറത്തേക്ക് വിശ്വാസ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പോകുന്നില്ലെങ്കിൽ അത് അപകടത്തിന് കാരണമാകും എന്നൊരു സൂചന നമുക്കിവിടെ നൽകപ്പെടുന്നുണ്ട്. മറ്റൊരു ചിന്ത, രാജാവ് അമിതമായി പൊന്നും വെള്ളിയും തനിക്ക് വേണ്ടി സംഭരിക്കരുത്. പ്രിയമുള്ളവരെ, രാജാവിനെ ദൈവം വാഴിച്ചെടുത്തിരിക്കുന്നത് രാജ്യം ഭരിക്കാൻ വേണ്ടിയാണ്. ദൈവജനത്തിൻ്റെ സുരക്ഷിതത്വവും അവൻ്റെ സുസ്ഥിതിക്കും വേണ്ടിയാണ്. അവിടെ അവൻ്റെ സ്വത്തിൽ നിന്ന് അപഹരിച്ച് രാജാവിന് വേണ്ടി സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി വെക്കരുത്, പൊന്നുണ്ടാക്കി വെക്കരുത്. ഇത് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. രാജ്യത്തിൻ്റെ പണമെടുത്ത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ദൈവവചനം അതിനെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അത് പാടില്ലാത്തതാണ്, തെറ്റാണ് എന്ന
കൃത്യമായ ബോധ്യം അവർക്ക് കൊടുക്കുന്നതിന് കാരണമായി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങിക്കഴിയുമ്പം നമ്മുടെ കൈ സംശുദ്ധമായി സൂക്ഷിക്കാൻ നമ്മളും പലപ്പോഴും വീഴ്ചകളിൽ വീഴുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയുള്ളതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു സൂചനയും ദൈവം ഇവിടെ നമുക്ക് നൽകുകയാണ്. മറ്റൊന്ന് പറയുന്നത്, കർത്താവിനെ അനുശാസനങ്ങൾ ദിവസവും നീ വായിക്കണം, തിരുവചനം ദിവസവും പഠിക്കണം. നേതൃനിരയിലോ പൊതുരംഗത്തോ ഒക്കെ നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം എല്ലാവരും പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നിൽക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ വചനം അനുദിനം വായിക്കാനും പഠിക്കാനും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നിനക്ക് പറ്റിയാൽ അത് നിൻ്റെ സുവിശേഷ വേലയാണ്. നമ്മെ നോക്കിക്കാണുന്ന ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമായി മാറുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾ കുറയുമ്പം നമുക്കിന്ന് മാതൃകയായി നിൽക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. പ്രിയമുള്ളവരെ, അവിടെയൊക്കെ ഉമ്മൻചാണ്ടി നമുക്കറിയാം, അനേകരിൽ നിന്ന് നമുക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതനുസരിച്ച് എല്ലാ ഞായറാഴ്ചകളിലും തൻ്റെ ദേവാലയത്തിൽ പോയി, എത്ര തിരക്കിനകത്താണേലും പോയി അതിൽ പങ്കെടുക്കുന്ന ദൂരം പബ്ലിക്ക് അല്ലെങ്കിൽ പത്രദ്വാര ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടി ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുമായിട്ട് ഒന്നിച്ചൊരു യോഗത്തിൽ, ഒരു കുടുംബ സംഗമത്തിൽ ഞാനും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഉമ്മൻചാണ്ടിയെപ്പറ്റി പറഞ്ഞു കേട്ട ഒരു അഭിപ്രായം, കുഞ്ഞുകുഞ്ഞുകുട്ടിച്ചായൻ ഇത്രയേറെ പ്രതിസന്ധിയുള്ള ഈ രാഷ്ട്രീയത്തിൽ, അന്ന് ഒറ്റ MLA നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയാണ്, പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ത്രിസന്ധ്യാസമയം പ്ലെയിനിലായാലും എന്തെങ്കിലും മീറ്റിങ്ങുകളിലായാലും ഇനി നിയമസഭയിൽ തന്നെയാണെങ്കിൽ പോലും അവിടുന്ന് ബാത്റൂമിലെങ്കിലും കയറിയിരുന്ന് ത്രിസന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കും. 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ത്രിസന്ധ്യ കുഞ്ഞുകുട്ടിച്ചായൻ്റെ ജീവിതത്തിലില്ല. അതാണ് കുഞ്ഞുകുട്ടിച്ചായൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് പ്രധാന കാരണം എന്ന് ആ സഹോദരി പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാഠമാക്കാൻ സാധിക്കണം. എത്ര ഉന്നതനായാലും ദൈവത്തെ മറന്നു പോകാതിരിക്കുക, എത്ര തിരക്കാണേലും പ്രാർത്ഥിക്കാൻ മറന്നു പോകാതിരിക്കുക ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ നമുക്കും അനുഗ്രഹത്തിന് കാരണമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.